കഴിഞ്ഞ ദിവസം ഒരാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്ന കണ്ടു. സിനിമയൊക്കെ കൊള്ളായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു, പക്ഷേ ഏതോ മാനസികരോഗികളൊക്കെ അതിൻ്റെ പുറകിലൊന്നും ഞങ്ങൾ ആ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നു. അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്. ശരിയായിരിക്കാം. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യത്തെ ഒരു വേറെ രീതിയിലായിരുന്നു കഥകൾ. പിന്നീട് ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് അവിടെ തന്നെ ആ സിനിമ തീർക്കണമെന്നുള്ള ആഗ്രഹം വന്നപ്പോൾ അങ്ങനെയുള്ള ചിന്തകളിലാണ് ഇത് കയറിയത്. ഞങ്ങൾക്ക് ആദ്യം വേണ്ട ആ പ്ലേസിലൊരു കഥ പറയുമെന്ന് പറയുന്നതായിരുന്നു. ശരിക്കും ആ സ്ഥലവും അതിലൊരു വലിയ ക്യാരക്ടറാണ്. ഈ സിനിമയ്ക്ക് ആ പേരിടാൻ കാരണം അതുകൊണ്ട് അത് നല്ല മനോഹരമായ പേരല്ലേ, എലവിഴ പുഞ്ചിറ. ആദ്യമേ ഞങ്ങളൊരു കവിത വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതത്ര നിങ്ങൾ തിയേറ്ററിൽ വിസിബിളായില്ല. രാജശോർമ്മ എന്ന് പറഞ്ഞൊരു കവി എഴുതുന്നൊരു ബസ്സി സൗബിൻ കയറുമ്പോൾ ഒരാൾ ഒരു കവിത എഴുതുന്നുണ്ട്. അവൾ പച്ചയില കാറ്റത്തെറിഞ്ഞിട്ട് പറയുന്നു, അകം വീണാൽ എനിക്ക് പുറം വീണാൽ നിനക്ക് എന്ന് പറഞ്ഞ്, അകമെൻ്റെ നനവിൻ്റെ നിറം വച്ച പുറമെൻ്റെ കരിങ്കാമ കടും വച്ച, അകം വീണാൽ എനിക്കെന്ത് പുറം വീണാൽ എനിക്കെന്ത് പറഞ്ഞിട്ട് പിന്നെ അവളെ ഞാൻ കൊടുങ്കാറ്റത്തെറിഞ്ഞിട്ട് ചിരിക്കുന്നു, അകം വീണാൽ എനിക്കെന്ത് പുറം വീണാൽ എനിക്കെന്ത് എന്ന് പറഞ്ഞൊരു കവിത ഉണ്ടായിരുന്നു. കുറച്ച് പോർഷനുണ്ട്. നമ്മൾ ആ ഐഡിയയും ഇലവിഴ പുഞ്ചിറ എല്ലാം കൂടെ കണക്ട് ചെയ്തപ്പോൾ ഇലവിഴ പുഞ്ചിറ അങ്ങ് ഫിക്സ് ചെയ്തത്. സാധാരണ മലയാള സിനിമ ചെയ്യുന്ന രീതിയിലല്ല, കുറച്ചുകൂടെ അത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ പറയാം, എല്ലാവരും എന്താ പറയുക, ഒരു സിനിമ ഞാൻ ചെയ്തു, അപ്പോൾ മറ്റെല്ലാ സിനിമകൾക്കും അത് ഇരിക്കരുതെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രോസസ്സുകളൊന്നും പോകാതെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഗിമ്മിക്സോ അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സോ ഒന്നും ഉപയോഗിക്കാതാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അത്യാവശ്യം 1.5 വർഷം ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ടെടുത്ത പടമാണ്. അതിന് മുമ്പ് ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ ഹെഡിനെയും കൊണ്ടുപോയിട്ടുണ്ട് അവിടെ. ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസർ ആകുന്നതിന് മുമ്പ് ക്യാമറമാൻ ഞങ്ങളുടെ കൂടെ വരുമായിരുന്നു. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് തന്നെ ക്യാമറമാനിലേക്ക് ഇതാണ് എടുക്കാൻ പറ്റുന്നത്. അപ്പം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് അപ്പം ചിന്തിച്ചിട്ട് അങ്ങനെ സൗണ്ട് ഡിസൈനറെ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം അവിടെ നിൽക്കുമ്പോൾ ഇടിമിന്നലിൻ്റെ സൗണ്ട് പലപ്പോഴും സിംഫണി കണക്കാണ്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ടോപ്പിൽ നിന്ന ഡിസ്റ്റൻറ്റ് മിന്നലുകൾ വരും ആദ്യമേ. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇങ്ങനെ കേൾക്കാം, ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഇതിങ്ങനെ നിൽക്കത്തില്ല. പിന്നെ ചിലപ്പോൾ റിവേഴ്സ് ഇറങ്ങി വരും. ഹൈ അടി വരുമ്പോൾ നമ്മൾ അകത്ത് കയറിയിരിക്കും, പക്ഷേ അങ്ങ് ഡിസ്റ്റൻസിലുള്ള ഇടിമിന്നലൊക്കെ ഭയങ്കര രസമാണ്. അവിടെ 2 കുട്ടികൾ മരിച്ചിട്ടുള്ളതാണ്. ഞാൻ കയറുന്നതിൻ്റെ തൊട്ടും എനിക്ക് 2013 ഒരു അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞിട്ട് ഇടിമിന്നൽ തീർന്നെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടി ഭാഗത്ത് ഇടിമിന്നലിട്ട്. ഫിലിം ചെയ്യുന്ന ആ പ്രോസസ്സിൽ നിങ്ങളവിടെ പോയപ്പോൾ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നോ? 2 മണി തൊട്ട് ഇടിമിന്നലുണ്ടായിരുന്നു, ഒരു സൈക്ലോൺ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കര മഴ വന്ന് റോഡൊക്കെ ഒഴിച്ചു പോയി, ഞങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. മഴ ഉണ്ടായിരുന്നു, ഇടിയും ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മളെല്ലാവരും അകത്ത് കയറിയിരിക്കും 2 മണി തൊട്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തപ്പോഴേ അവിടെ ഫുള്ള് പലക, എല്ലാവർക്കും നിൽക്കാനുള്ള പലകയാക്കി. അതിൻ്റെ നമ്മളെ സെറ്റിൻ്റെ അകത്തെല്ലാം പലക ഇട്ടിട്ടുണ്ട്, ഫുള്ള് റബ്ബറും പലകയൊക്കെ വെച്ചിട്ടാണ് നിർത്തിയത്. മിന്നൽ നേരിടുന്നില്ല. അല്ല അന്ന് അല്ലേ, ഇപ്പം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ലൈനിങ് അറസ്റ്റ് ഫുള്ള് ടോപ്പ് തൊട്ട് താഴെ വരെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ വയർലെസ് സ്റ്റേഷന് മാത്രം ഒരു ചെറിയ ലൈനിങ് അറസ്റ്റേ ഉള്ളായിരുന്നു. അപ്പോൾ അത് കാലപ്പഴം കൊണ്ട് ഈ ചെമ്പിൻ്റെയൊക്കെ ഗ്യാപ്സ് ഉണ്ടാവും. അപ്പോൾ ഒരിക്കൽ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, അന്ന് ഈ ഇപ്പോഴത്തെ ബിൽഡിങ്ങൊന്നും ഇല്ല അവിടെ. നിങ്ങൾ കണ്ട ബിൽഡിങ്ങും അല്ല, ആക്ച്വലി അതിൻ്റെ താഴത്തൊരു ചെറിയ ഷെഡിലായിരുന്നു ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ ഇത്രയുള്ളൊരു കട്ടിലും ഇത്രയുള്ള റൂം, ഒരു സൈഡിൽ മൊത്തം വയർലെസിൻ്റെ സാധനം, അപ്പുറത്തെ സൈഡിൽ ഗ്യാസ് സ്റ്റൗവും, നടുക്ക് ഇതാണൊരു ബെഞ്ച്, കട്ടിൽ. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ 3 പേര് ഇടിമിന്നൽ കേൾക്കുമ്പോൾ ചെവിയും പൊത്തിപ്പിടിച്ച് കിടക്കുക എന്നുള്ളതല്ലാതെ വേറെ നിവൃത്തിയില്ല, വൻ ശബ്ദമായിരിക്കും. പിന്നെ ഇങ്ങനെ അതിൻ്റെ അകത്തൊക്കെ ഈ ഫയർ ബോൾസ് എന്ന് പറയുന്ന സാധനമാണ്. ഇടിമിന്നൽ പിടിച്ച് കഴിഞ്ഞിട്ട് താഴത്ത് ഇങ്ങനെ തീയുടെ ഇങ്ങനെ ഉരുണ്ട് പോകുന്ന കണക്കൊക്കെ ഫീൽ ചെയ്യും. ഇല്ല, പട്ടിയെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് കഥയ്ക്ക് വേണ്ടി, അല്ലാതെ മേളി പട്ടിയില്ല. ഇപ്പം ആ പട്ടികൾ അവിടെ വളരുന്നുണ്ട്, അത് കുടുംബമായി. ആ പടത്തിൽ അഭിനയിച്ച വെളുത്ത പട്ടിക്കുട്ടിയുണ്ട്, ഇപ്പോൾ അവർക്ക് 4-5 പിള്ളേരായി. അന്ന് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് ഈസിയാണ്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പം ഇതിൻ്റെ റൈറ്റേഴ്സ് ഉണ്ടല്ലോ, ഷായ് സാർമാരുടെ, അപ്പം നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് അവർ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുക. സൽമ ഗോ എന്ന് പറഞ്ഞാൽ അവൾ സൈറ ഗോ എന്ന് പറഞ്ഞാൽ അവൾ പോയി എടുക്കും, തിരിച്ചു കൊണ്ടുവരും, അടുത്ത് വന്ന് ഇരിക്കും, സിറ്റ് എന്ന് പറയുമ്പോൾ ഇരിക്കും, ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഇടും. നിതീഷ് സാർ ഇംഗ്ലീഷിലും മാറാട് മലയാളത്തിലും 2 പരിപാടി ചെയ്യും. ഇററി എന്ന് പറയുമ്പോൾ വീഴും അവിടെ.
ഒന്നുമില്ല, നമ്മൾ കയറുമ്പോൾ സാധനം വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അടുത്ത ആൾ കയറുമ്പോൾ വിളിച്ചോ. സിനിമയെ കാണിച്ചിരിക്കുന്ന അതേ പ്രോസസ് തന്നെയാണ്. തലേന്ന് വരുന്ന അടുക്ക് ഇന്ന സാധനം ഷോട്ടാണെന്ന് പറയും. മനീഷ് മാർ ജോസഫിലുണ്ടായിരുന്നു. പ്രകൃതി കൂടുതൽ രമിക്കണ്ട, കഥയ്ക്ക് ആവശ്യം വരുമ്പോൾ മാത്രം നമുക്കിത് പിടിക്കുക. കാരണം സാധാരണ സിനിമയാണെങ്കിൽ, സാധാരണ സിനിമയല്ല, ഓരോരുത്തരുടെ പെർഫെക്റ്റാണ്. ഇപ്പം ഞാൻ ആദ്യമേ മനുഷ്യനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്. ആദ്യമേ നമ്മൾ ഇയാൾ കയറി വരുമ്പോൾ വൈഡായിട്ട് ആ സ്പേസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണ്ട. കാരണം പിന്നെ ആൾക്കാർക്ക് കൗതുകം കാണില്ല. നമുക്ക് സീൻ അനുസരിച്ച് ഓരോ സ്പേസായിട്ട് പയ്യെ റിവീൽ ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഓരോ പ്രാവശ്യം പുതിയതായിരിക്കും. ഒറ്റടിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയത്തില്ല, ചിലപ്പോൾ സിനിമയിൽ എന്തെങ്കിലും ലാഗ് വരുന്ന സമയത്ത് വിഷ്വലി പിടിക്കും. അങ്ങനെയുള്ള പ്ലേസുകളിൽ ആൾക്കാർ അതിൽ അട്രാക്ഷൻ ഉണ്ടാവും. ഒന്നുമില്ലാതെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടിയല്ല. നമ്മൾ പയ്യെ കയറി വരുമ്പോൾ ഓരോരോ സീനിലാണ് ഓരോ ഏരിയകൾ. അതിനെ ജനമായിട്ട് ഏറ്റവും കൂടുതൽ അവരുടെ പ്രശ്നങ്ങളുമായിട്ട് ഇടപെടുന്ന ലോക്കൽ സ്റ്റേഷനാണ്. അപ്പം നമ്മൾ ഓരോ ദിവസവും ചെല്ലുന്നതും കാണുന്നതും എല്ലാം നല്ലതല്ല. കാരണം എപ്പോഴും ഓരോ പ്രശ്നങ്ങളും ഫാമിലി പ്രശ്നങ്ങളും എല്ലാം നമുക്ക് സെൻറ്റിമെൻറ്റ്സ് തോന്നുന്ന തരം സ്റ്റോറികളൊക്കെയാണ് കാണുന്നത്. അതപ്പം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട്, എനിക്ക്, എല്ലാവർക്കും ഒന്നും എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഡിപ്രഷനായി. കാരണം ഒന്നും നല്ലത് കാണുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങണം എന്നൊരാഗ്രഹം തോന്നി. അപ്പോഴാണ് സിനിമ എന്ന് പറയുന്നൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് മാറിയിക്കാൻ വേണ്ടിയാണ് സിനിമയിലോട്ട് ഇറങ്ങിയത്. അല്ല, എനിക്ക് സിനിമയിൽ ഒരു ബന്ധമില്ലായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് തോന്നിയതാണ് സിനിമ എന്നുള്ളത്. ഞാനതിന് മുമ്പ് അങ്ങനെ എഴുതിയിട്ടൊന്നും ഉള്ളതല്ല. അപ്പോൾ എനിക്ക് സിനിമ തോന്നിയ സമയത്ത് ആദ്യമേ ചെയ്തത് ഒരു എന്താ പറയുക, ഒരു ഐഡിയ, എൻ്റെ പോലീസ് സുഹൃത്തുക്കളുമായിട്ട് ഒരു ഐഡിയ പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു, രസമുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് സിനിമയിൽ ആരെയും ബന്ധമില്ല. അപ്പം ആലപ്പുഴയിലുള്ള ഒരു ഫ്രണ്ടുണ്ട്, ഷിബു എന്ന് പറഞ്ഞു. ഷിബുവിനെ ആക്ച്വലി വിനായകനെ അറിയാമായിരുന്നു. അപ്പോൾ ഷിബു പറഞ്ഞുകൊണ്ട് വിനായകൻ്റെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഷിബുവും കൂടെ വിനായകനെ കാണാൻ വന്നു. അപ്പോൾ ആക്ച്വലി ഇത് വിനായകനെ വെച്ചുള്ള സിനിമയല്ല. ഷിബുവിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു വിനായകൻ പറഞ്ഞു, വെച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു ഈ സ്റ്റോറിയുടെ ഒരു 1 ലൈൻ എഴുതുക, പിന്നെ ഒരു 3-4 സീൻ കൂടെ എഴുതുക. പക്ഷെ ഇത് വർക്കാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ആരെങ്കിലും ഡയറക്ടറിലോട്ട് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിരുന്ന് എഴുതാൻ തുടങ്ങിയതപ്പം അത് ഫുള്ളായിട്ട് അങ്ങ് എഴുതിപ്പോയി. ഫുൾ സ്ക്രീൻ പ്ലേ, എന്നെ കൊണ്ടാകുന്നത് സ്ക്രീൻ പ്ലേ ഫുൾ എഴുതിയ. അങ്ങനെ ഫോർമാറ്റൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. നമുക്ക് വരുന്നത് ഇപ്പോൾ അത് വെറുതെ ആൾക്കാർ പറയുന്നതാണ് ഒരു ഫോർമാറ്റ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. നമുക്ക് നമ്മൾ ശ്രദ്ധിക്കുന്ന 2 കാര്യമൊന്നേ ഉള്ളൂ. ഒന്ന്, പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന സ്ക്രിപ്റ്റ് എന്തായാലും മറ്റൊരാൾ വായിക്കും. അപ്പോൾ വായിക്കാനുള്ള സ്മൂത്ത്നെസ്സാണ് ഫസ്റ്റ് കാണേണ്ടത്. എന്ന് വെച്ചാൽ അനാവശ്യമായ ഡീറ്റെയിലിങ്ങുകളിൽ പോകാതെ അത് ഈ വായിക്കുന്ന ആൾക്കത് ഭയങ്കര ബോറാവും. ഭയങ്കര കൃത്യമായി കഥ പറയാൻ ശ്രമിക്കുന്നൊരു പാറ്റേണിലാണ് എഴുത്ത് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പം അത്യാവശ്യമുള്ളതുകൊണ്ട് അത്യാവശ്യമുള്ള ഡീറ്റെയിലിംഗ് എന്തായാലും സ്ക്രിപ്റ്റ് വേണം. ഞാൻ പറഞ്ഞാൽ അനാവശ്യമായ വർണ്ണനകളും സ്പേസും ഒന്നും അതിന് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കഥയ്ക്ക് അത്യാവശ്യമുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് എന്തായാലും ഉണ്ടാകും. ഈ ഒരു ഫസ്റ്റ് ഇത് ജോസഫ് അല്ല ശരിക്കും എഴുതിയ ആദ്യത്തെ സ്ക്രിപ്റ്റ് അല്ലല്ല, വേറെ സ്ക്രിപ്റ്റാണ് എഴുതിയത്. അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നീട് അത് ഉപേക്ഷിച്ചു. പക്ഷെ ആ സ്ക്രിപ്റ്റ് എനിക്ക് കുറേ ഗുണം ചെയ്തു. ട്രെയിനിങ് അല്ല, കുറച്ച് പേരിലോട്ട് ഇടപെടാൻ പറ്റിയത്. അങ്ങനെ ഒരു മൊമെൻറ്റിൽ അത് ഒരു ഡയറക്ടറും ഒരു പ്രൊഡ്യൂസറും ആദ്യമായിട്ട് ഒരു ആക്ടറും വന്നായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ആക്ടർ മറ്റു തരത്തിൽ മാറിയപ്പോൾ ഇതൊരു നെറ്റി ഷെയ്ഡ് പടം തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം ആണ് അന്ന് ആ ചെയ്യാമെന്ന് പറഞ്ഞ, അല്ലെ ആ പടം ചെയ്യാമെന്ന് പറഞ്ഞ ഡയറക്ടറാണ് എന്നോട് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കുറ്റാന്വേഷണ സിനിമ എഴുതിക്കൂടെ എന്ന് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ജോസഫ് എന്ന് പറയുന്ന ഒരു സിനിമ എഴുതാൻ തുടങ്ങിയത്. ഞാൻ എൻ്റെ കഥകളിലൊന്നും അത്ര അറ്റാച്ച്ഡ് ഒന്നുമല്ല. നമ്മൾ മാറി നിന്നിട്ടാണ് കാണുന്നത്. അല്ലാതെ ഡിറ്റാച്ച്ഡായിട്ട് തന്നെയാണ് ആ കഥയെ സമീപിക്കുന്നത്. അല്ലാതെ എൻ്റെ എന്ന് പറയുന്നതും അല്ലെ ഇതിങ്ങനെ ആവണമെന്നുള്ള ഒരു പിടിവാശിയൊന്നും ഏറെക്കുറെ പിടിക്കാമല്ലോ. പക്ഷേ ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ നമ്മൾ പറയാതെ അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് പറയും. അല്ലാത്ത കാര്യങ്ങളിലെല്ലാം ഡയറക്ടറുമായിട്ട് അവർ പറയുന്നത് ഓക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു സ്ക്രിപ്റ്റ് വേറൊരാൾക്ക് കൊടുക്കുമ്പോഴേ നമുക്കറിയാം അവരവരുടെ രീതിയിലാണ് അത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളിലോ അല്ലെ ലോജിക്കുകളിലോ ഡീറ്റെയിൽസോ എന്തെങ്കിലും മിസ്സിങ് ആവുകയാണെങ്കിൽ ഫുൾ ടൈം സെറ്റിലുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ പപ്പേട്ടോടാണെങ്കിൽ പപ്പേട്ട അല്ല മടിച്ചേട്ടാ ഇത് തന്നെയാണ് ഞാൻ ഇങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ അവർ പറയും
ഇല്ല ഞാൻ ഇങ്ങനെ കൺവിൻസ് ആണ് അങ്ങനെ പോകും, അതല്ലെങ്കിൽ അവർ നമ്മൾ പറയുന്നത് എടുക്കുക. അത് ഒരു എന്താ പറയുക വേറെ രീതിയിൽ പോകുന്നില്ല, അതൊക്കെ സിനിമയ്ക്ക് വേണ്ടി എന്നുള്ള ലൈനിലേ പോകാറുള്ളൂ. എഴുത്തെപ്പോഴും കൂടെ കൊണ്ടുവന്നിരുന്ന ഒരാളായിരുന്നു. ഞാൻ എഴുതിയിട്ടേ ഇല്ല. അപ്പം ആ ഒരു ഇതിലൂടെ പിന്നെ തമാശക്ക് പറഞ്ഞാൽ ബെസേലിയസ് കോളേജിൽ ഞാൻ എഴുതിയ വലിയ വലിയ ലേഖനങ്ങൾ കാണും, അതൊന്നും എൻ്റെ അല്ല. അത് ഈ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ പേരിലൊക്കെ വരുന്ന സുഹൃത്തുക്കളെടുത്ത് അങ്ങ് ഇടുന്നതാണത്. അല്ലാതെ അന്നൊന്നും ഞാൻ എഴുതിയിട്ടില്ല. പോലീസിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അതായത് ഈ സബാറ്റിക്കൽ എടുത്തിട്ട് റൈറ്റിലോട്ട് പോകുന്നു, അതായത് ഇപ്പം ഇതിലാണല്ലോ ലീവിലാണ്. അപ്പൊ അവർ ഞാൻ സിനിമ എഴുതാൻ പോകുന്നത് രണ്ട് രീതിയിലുണ്ട്. ഇപ്പം ജോസഫിൽ പൊതുജനത്തിന് അറിയാൻ മേലാത്ത ചില മെത്തേഡ്സ് ജോസഫി ഉപയോഗിച്ചത് കാണുന്ന. അപ്പോൾ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ കേസ് അന്വേഷിക്കുന്ന സ്ക്വാഡുകാർ പറഞ്ഞു, നീ ഞങ്ങൾക്ക് പണിയൊപ്പിച്ച് തരുമല്ലേ, നാട്ടുകാരെ മൊത്തം അറിയിക്കുകയാണല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഫണ്ണായിട്ടാണ്. അതൊന്ന് പക്ഷെ നായായിട്ട് വന്നു കഴിഞ്ഞപ്പം ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടിയത്. കാരണം എന്നെ കേരളത്തിൽ പല സ്ഥലത്തു നിന്നായിട്ട് 10-20 പോലീസുകാർ വിളിച്ചിട്ടുണ്ട് സസ്പെൻഷനിൽ ഇരിക്കുന്ന. അപ്പോൾ അവർ പറയുകയാണ് ഫാമിലിയോടൊത്ത് ഇരുന്നപ്പോഴാണ് അവർക്ക് നമ്മളുടെ അവസ്ഥ മനസ്സിലായത്, അതിന് നന്ദി പറഞ്ഞു. അത് ഭയങ്കര ഒരു പ്ലസ് ആയിട്ട് തോന്നി. പിന്നെ ഞാൻ വർക്ക് ചെയ്തത് എന്നോട് പരിചയമുള്ളതുമായ എൻ്റെ സൂപ്പർ ഓഫീസർ IPS ഉള്ള 1-2 പേര് വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് വിട്ടിട്ടുണ്ട്.